തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചുവലിച്ചുകൊണ്ട് സഖ്യകക്ഷി സമവാക്യങ്ങൾ വൻ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് വിജയ്. ടിവിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം നേടാനുള്ള വലിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് ചൂടുമാറുകയാണ്. 234 അംഗ നിയമസഭയിൽ മാന്ത്രിക സംഖ്യയായ 118 സ്വന്തമായി തികച്ച മറ്റു പാർട്ടികളെ ആശ്രയിക്കാതെ ഭരണം ഉറപ്പാക്കുകയാണ് ടിവിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. AADMKയുടെ 3 MLAമാർ തങ്ങളുടെ പദവികൾ രാജിവെച്ച് തമിഴക വെട്രിക്കഴകത്തിൽ ചേർന്നു. ഈ അപ്രതീക്ഷിത രാഷ്ട്രീയ കൂറുമാറ്റം മധുരാന്തകം, പെരുന്തുറൈ, ധാരാപുരം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുക്കിയിരിക്കുകയാണ്. മധുരാന്തകം മരതകം കുമാരവേൽ, പെരുന്തുറൈ ജയകുമാർ, ധാരാപുരം സത്യഭാമ എന്നിവരാണ് അണ്ണാ DMK വിട്ട MLAമാർ. ആദ്യഘട്ടത്തിൽ സഖ്യകക്ഷി മാനേജ്മെന്റ് എന്ന നിലയിൽ ആരംഭിച്ച നീക്കങ്ങൾ ഇപ്പോൾ അണ്ണാ DMK തന്നെ പൂർണ്ണമായും വിഴുങ്ങുന്ന തരത്തിലുള്ള, തളർത്തുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഏറ്റെടുക്കലായി മാറ്റിയിരിക്കുകയാണ്. MLAമാർ സ്പീക്കർ JCT പ്രഭാകരന് രാജിക്കത്ത് നൽകിയ ശേഷം TVK നേതാവ് ആദവ് അർജുനയുമായി കൂടിക്കാഴ്ച നടത്തിയാണ് പാർട്ടിയിൽ അംഗത്വമെടുത്തത്. മൂവരുടെയും രാജി തമിഴക രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. അണ്ണാ DMKയിലെ SP വേലുമണി പക്ഷത്തെ പിന്തുണച്ചിരുന്നവരാണ് ഈ 3 MLAമാരും. രാജിവെച്ച MLAമാരുടെ 3 മണ്ഡലങ്ങളിലും AADMKയുടെ ശക്തി കേന്ദ്രമായതുകൊണ്ട് തന്നെ കടുത്ത പോരാട്ടമായിരിക്കും ഇനി നടക്കുക. നേരത്തെ നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ TVKയ്ക്ക് അനുകൂലമായി ഇവർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചെങ്കിലും വിജയ് ആർക്കും മന്ത്രിസ്ഥാനം നൽകിയിരുന്നില്ല. ഈ വിമതരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉപേക്ഷിച്ചതിന് പുറകെയാണ് സഖ്യകക്ഷികളെ ആശ്രയിക്കുന്നതിന് പകരം അവരെ രാജിവെപ്പിച്ച് തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനായി വിജയ് തീരുമാനിച്ചത്. അങ്ങനെ സ്വന്തം നിലയിൽ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു തന്ത്രപരമായ നീക്കങ്ങളാണ് TVK തുടക്കമിട്ടിരിക്കുന്നത്. ഇതോടെ നിയമസഭയിൽ AADMKയുടെ അംഗബലം 44 കുറഞ്ഞിട്ടുണ്ട്. TVKയിൽ ചേർന്ന MLAമാർക്ക് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ TVK സ്ഥാനാർത്ഥികളായി മത്സരിക്കാനുള്ള അവസരം ലഭിക്കുമെന്നാണ് കരുതുന്നത്. പളനിസ്വാമിയുടെ പക്ഷത്ത് 27 MLAമാരും SP വേലുമണിയുടെ പക്ഷത്ത് 17 MLAമാരും വിജയുടെ TVKയിൽ ഇപ്പോഴുള്ള 3 MLAമാരുമായി AADMK 3 വിഭാഗങ്ങളായി പിരിഞ്ഞു. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തമിഴക രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകം തന്നെ ആയിരിക്കും. വിജയാകട്ടെ വിജയിച്ച 2 സീറ്റുകളിലൊന്നായിട്ടുള്ള തൃച്ചി ഈസ്റ്റ് ഒഴിഞ്ഞതിനെ തുടർന്ന് നിലവിൽ TVKയ്ക്ക് 107 MLAമാരാണ് ഉള്ളത്. കോൺഗ്രസ്, CPI, CPM, VCK, IMUL എന്നീ കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് വിജയ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഒരു ജനകീയ നേതാവിന് ചുറ്റും കെട്ടിപ്പടുത്തെടുത്ത ഈ പാർട്ടിക്ക് എക്കാലവും സഖ്യകക്ഷികളെ മാത്രം ആശ്രയിക്കാൻ കഴിയില്ല എന്ന് TVK വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തമായി തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ കേവല ഭൂരിപക്ഷം തികക്കേണ്ടതായിട്ടുണ്ട്. തൃച്ചി ഈസ്റ്റിനൊപ്പം മറ്റു മണ്ഡലങ്ങളിലും ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അനുകൂല തരംഗമുണ്ടാകുമെന്നും സഖ്യ സർക്കാരിനെ തനിച്ച് ഭൂരിപക്ഷമുള്ള ഏകകക്ഷി സർക്കാരാക്കി മാറ്റാൻ കഴിയുമെന്നുമാണ് TVK തന്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.